both the BJP and the LDF promised jobs to the young people of Kerala. BJPയും LDFും ഇവിടുത്തെ യുവതക്ക് തൊഴിലെന്ന വാഗ്ദാനം നൽകിയവരാണ്. Today, 1 in 3 Kerala youngsters is unemployed. പക്ഷേ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ 3-1 ചെറുപ്പക്കാരനും ഇന്ന് തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. There are backdoor appointments available under the LDF. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ആകെ നടക്കുന്ന നിയമനങ്ങൾ അത് പിൻവാതിൽ നിയമനങ്ങൾ മാത്രമാണ്. If you're close to the LDF leadership, if you know the chief minister, there is a red carpet waiting for you. നിങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ CPMന്റെ പാർട്ടി നേതാക്കന്മാരുമായി ബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചുവപ്പ് പരവതാനി ആ പിൻവാതിലേക്ക് നീട്ടി വിരിച്ചിട്ടുണ്ടാകും. Merit does not matter if you know someone in the LDF. യോഗ്യതയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ മന്ത്രി ബന്ധുക്കളോ പാർട്ടി ബന്ധുക്കളോ ആയാൽ മതി. You can be a PSC rank holder and you will not get an appointment letter. Jobs are sold by the LDF. PSCയുടെ പരീക്ഷ എഴുതി ഉന്നതമായ റാങ്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്കൊരു തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ തൊഴിലുകൾ പാർട്ടി ബന്ധുക്കൾ കവരുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ കണ്ടു നിൽക്കേണ്ടി വരുന്നു. And instead of making you number 1 in employment, number 1 in technology, they have made you number 1 in drug cases in India. തൊഴിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ ഈ നാട്ടിൽ സാങ്കേതിക മികവിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിലൊക്കെ കേരളത്തെ നമ്പർ 1 ആക്കുന്നതിന് പകരം ഒന്നാമതെത്തിക്കുന്നതിന് പകരം ഈ ഗവൺമെന്റ് ചെയ്തത് മയക്കുമരുന്നിന്റെ കേസുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണ് കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് നയിച്ചു കൊണ്ടുപോയത്. There are 8.25 lakh drug users in Kerala, including 75,000 children. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പറയുന്നത് 8,25,000 പേർ ഈ കേരളത്തിന്റെ മണ്ണിൽ മയക്കുമരുന്നിന് അടിമയാണ്. അതിൽ 10,75,000-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന്